കോഴിക്കോട് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ ദുരന്തത്തിൽ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മരണമടഞ്ഞ ഓട്ടോ ഡ്രൈവർ നൌഷാദ് നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കുമിടയിൽ സജീവ സാന്നിധ്യമായിരുന്നു. മാളിക്കടവുകാർക്കും നഗരത്തിലെ സുഹൃത്ത് വലയത്തിനിടയിലും നന്മയുടെയും സ്നേഹത്തിന്റെയും നിറസാന്നിധ്യമായിരുന്നു നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ. സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായി ആഴമുള്ള അഴുക്കുചാലിലേക്ക് എടുത്തുചാടിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമാണ്. ദുരന്തമുഖങ്ങളിൽ എപ്പോഴും സേവന മനോഭാവത്തോടെ ഓടിയെത്തുന്ന നൌഷാദിനെ നാട്ടുകാരും ബന്ധുക്കളും ഓർമ്മിക്കുന്നു. അവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നത് അവനോട് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, കടക്കാരെല്ലാം അവരെ കൈ തട്ടി മാറ്റിയിട്ടാണ് അവന് അങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഏതൊരു ആക്സിഡൻറ്റ്, ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അവൻ്റെ ഉമ്മ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് അതാ പറയുന്നത് വീട്ടിൽ നിന്ന്. ബസ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അവൻ്റെ മുന്നിൽ ചാടി വീണ് അവരെ രക്ഷിച്ച് എല്ലാവരെയും സഹായിക്കണമെന്നുള്ള ഒറ്റ, പിന്നെ അതുപോലെ തന്നെ അവൻ്റെ മനസ്സും. എല്ലാ ദിവസവും ഉച്ചവരെ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറായി ജോലി ചെയ്യും. പിന്നെ രാത്രി നീളുന്നതുവരെ കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ തൊഴിലാളിയുടെ വേഷമണിയും. സ്വന്തം ജീവിതം മറ്റുള്ളവന് വേണ്ടി ബലിയർപ്പിച്ച് അത് കുടുംബത്തിനും ഒക്കെ വലിയ താങ്ങാൻ പറ്റാത്തൊരു വല്ലാത്തൊരു പ്രയാസം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ പരിഹാരം ജീവൻ തിരിച്ചു കിട്ടാൻ കഴിയില്ലെങ്കിലും ആ കുടുംബത്തിനെ സംരക്ഷിക്കുക. അയാൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്കുള്ള ഒരാളാണ്. പക്ഷെ എന്തായാലും അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യണം. ഭാര്യയും ഉമ്മയും അടങ്ങുന്നതാണ് നൌഷാദിന്റെ കുടുംബം. കുടുംബം പുലർത്താൻ 2 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചിരുന്ന നൌഷാദ് 1.5 വർഷം മുമ്പാണ് നാട്ടിലെത്തി ഓട്ടോ തൊഴിലാളിയായത്. മരണവിവരമറിഞ്ഞ് നൌഷാദിന്റെ വീട്ടിലേക്ക് 100 കണക്കിന് ബന്ധുക്കളും നാട്ടുകാരുമാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.